ഹലോ ഓൾ, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്കാട്ടോ. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് നാളായിട്ടൊരു ട്രക്കിംഗ് പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നാണ് അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആലുവയിൽ നിന്നാണ്. ഒരു രാവിലെ 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് കുതിരാൻ ടണലാട്ടോ, തൃശ്ശൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ തുരങ്കം വന്നുകൊണ്ട് ഒരുപാട് ഗതാഗത തടസ്സമില്ലാതെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ റോഡ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് മൊത്തം പുളിമരാട്ടോ, നിറച്ചും പുളിയുണ്ടായി കിടപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തി പുളിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഈ റോഡ് ഒരു കുറച്ച് ദൂരത്തേക്ക് മൊത്തം ഈ 2 സൈഡിലും പുളിമരം നട്ടുപിടിപ്പിച്ചാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നല്ല, പബ്ലിക്കാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്തി പുളി പറിക്കണമെന്നെങ്കിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളും കുറച്ച് പുളിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുളിയെ നമുക്ക് തട്ടിപ്പറിക്കാവുന്ന ദൂരത്തിലുള്ള പുളികളെല്ലാം ഒരുപാടുണ്ട്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് പറിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പറമ്പിക്കുളം കേരളത്തിൻ്റെ ആണെങ്കിലും നമുക്ക് കേരളത്തിൽ നിന്ന് നേരിട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ്നാട്ടിലെ സേത്തുമണ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ടാണ് പറമ്പിക്കുളത്തിലേക്കുള്ള പാതയുള്ളത്. അവിടെ വഴിയാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് നമ്മുടെ ആനമല വന്യജീവി സങ്കേതം. അപ്പോഴത്തെ ഇതാണ് ആനമല വന്യജീവി സങ്കേതത്തിൻ്റെ എൻട്രി. ഇവിടെ നമുക്കൊരു പാസ് എടുക്കണം. നമ്മുടെ വെഹിക്കിൾ ചാർജും അതുപോലെ നമുക്ക് കിടക്കാനുള്ള എൻട്രി പാസ്സും ഉണ്ട്. പോകുന്ന വഴിക്ക് ഇവിടെ ഈ റോഡ് വഴിയാണ് നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്തുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. ഒരുപാട് കുരങ്ങുകളും കരിങ്കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കാട്ടിലെത്തുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അധികം ഒരുപാട് ഒച്ചപ്പാടെടുത്ത് വണ്ടിയുടെ ഹോണൊക്കെ മുഴക്കി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ സൈലൻ്റ്, എത്രമാത്രം സൈലൻ്റ് ആവാമോ അത്രമാത്രം സൈലൻ്റ് ആക്കി നമ്മുടെ കണ്ണും ചെവിയും കൂർപ്പിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ കാട്ടിക്കൂടെ പോയാൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒച്ചപ്പാടെടുത്തൊന്നും പോയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊരു മയിലായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ സൈഡിൽ ഒരു മയിലുണ്ടായിരുന്നു. പോട്ടെ അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ അതിർത്തിയിലെത്തിയിരിക്കുകയാണ്. പറമ്പിക്കുളത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ട് വഴിയാണ് നമുക്ക് കേരളത്തിൻ്റെ പറമ്പിക്കുളത്തേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയും നമ്മൾ പാസ് എടുക്കണമെന്നല്ല, വെഹിക്കിൾ പാസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. 2 പേർക്കുള്ള സ്റ്റേയും അതുപോലെ തന്നെ വാഹനം കടത്താനുള്ള പാസ്, അങ്ങനെയെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് എടുത്തിട്ടാണ് വന്നത്. ആ ടിക്കറ്റെല്ലാം നമ്മളിവിടെ കാണിക്കണം. ഇവിടെ റിഫ്രഷ്മെൻറ്റ് റൂമുണ്ട് കേട്ടോ. ഇത് നമ്മൾ മെയിനായിട്ടുള്ള പ്ലേസിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് തിരക്കുകളൊന്നുമില്ല, കാരണം ഒരു പർട്ടിക്കുലർ ലിമിറ്റിലാണ് ഒരു ദിവസം ഈ പറമ്പിക്കുളം കാണാനായിട്ട് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തിരക്കുകളൊന്നുമില്ല, ഭയങ്കര ശാന്തമായ അന്തരീക്ഷമാണ്. ഈ കുരങ്ങന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സാധനങ്ങളെല്ലാം പൊക്കിക്കൊണ്ടുപോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഞാൻ കാറിനകത്ത് നിന്ന് ഇറങ്ങാതിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലം. 10 ടെൻറ്റുകളാണുള്ളത്. നമ്മൾ ടെൻറ്റ് സ്റ്റേ ആണ് എടുത്തത്. ടെൻറ്റ് സ്റ്റേയും ഉണ്ട്, ട്രീ ഹൗസസും ഉണ്ട്. ട്രീ ഹൗസസ് ഒരെണ്ണേ ഉള്ളൂ, ടെൻറ്റ് 10 ഉണ്ട്. അതിലൊരു ടെൻറ്റിൽ 3 പേർക്ക് വരെ താമസിക്കാം. നമുക്ക് കട്ടിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരാൾക്കുള്ളതാണെങ്കിൽ എക്സ്ട്രാ ഒരു ബെഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂമെല്ലാം നല്ല ക്ലീനാണ്. റൂമും ടോയ്ലറ്റും എല്ലാം നല്ല ക്ലീനായിരുന്നു. നമുക്ക് ഇതിന് ഡോറൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു നെറ്റിൻ്റെ പോലത്തെ ഡോറൊക്കെ ആട്ടോ. അത് മൃഗങ്ങളെ നമുക്ക് രാത്രിയാണെങ്കിൽ നമുക്ക് അകത്ത് നിന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നെറ്റിൻ്റെ വാതിലൊക്കെയാണ്. ഇത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മയിലാണ്. ഈ മയില് പ്രത്യേകിച്ച് എങ്ങോട്ടും പോവാതെ എല്ലാ ടെൻറ്റിൻ്റെ മുമ്പിൽ ചെന്ന് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച്, അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ എങ്ങോട്ടും പോകുന്നില്ല, നമ്മുടെ കൂടെ തന്നെ മിങ്കിൾ ചെയ്ത് നടക്കുന്നൊരു മയിലാണ്. നമുക്കതുകൊണ്ട് ഒത്തിരി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അകത്തേക്ക് കയറി വന്നു തുടങ്ങി കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെ അധികം കയറ്റാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിനകത്തൊക്കെ കയറി ഫുഡൊക്കെ എടുത്ത് കഴിക്കും. അതുകൊണ്ട് ഞങ്ങളങ്ങനെ അധികം അകത്തേക്ക് കയറ്റിയില്ല. നമ്മുടെ ചെക്ക് ഇൻ ടൈം 12 o'clock പക്ഷെ നമ്മൾ നേരത്തെ എത്തിയപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റൂം റിഫ്രഷ്മെൻറ്റ് തന്നിട്ട് 12:30 ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. അവിടെ ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്. എല്ലാ ടെൻറ്റിലുള്ളവർക്കും കൂടി വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഹട്ട് പോലുള്ളൊരിതാണ്. അവിടെ വന്ന് ഫുഡെല്ലാം നല്ല ഫുഡായിരുന്നു. നമ്മൾ 2:30 തന്നെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഒരു ബസ്സിലാണ് നമ്മൾ സഫാരി പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മാനിനെ കണ്ടു.
അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയി ബസ്സിൽ ഒരു 22 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 22 പേര് കൂടി ഒരു ബസ്സിലാണ് ഞങ്ങൾ പോയത്. ബസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ളൊരു ബസ്സായിരുന്നു. അപ്പോൾ അതിലുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കണ്ട് പോവാണ്. കാടെല്ലാം ഇപ്പോൾ കാടെല്ലാം ഒരുവിധം ഉണങ്ങിക്കിടക്കുന്ന ടൈമാണ്, അതായത് വേനൽക്കാലമാണല്ലോ. പക്ഷേ ഈ വേനൽക്കാലത്താണ് നമുക്ക് ഈ സൈഡിൽ മൃഗങ്ങളെ ഒരുപാട് കാണാം. കാരണം അകക്കാട്ടിൽ നിന്ന് ഇതുങ്ങൾ പുല്ല് തിന്നാനും വെള്ളം കുടിക്കാനൊക്കെ നമ്മുടെ പുഴയുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റിയ ഒരു ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലമാണ്. പക്ഷേ പ്രകൃതി എന്ന് പറയുന്ന ഒരു പച്ചപ്പുണ്ടാവില്ല. ഇതെന്ന് പറയുന്നത് 425 വർഷം പഴക്കമുള്ളൊരു തേക്കാണ്. ഭയങ്കര വലിയ തേക്കാണ്. നമുക്കതിൻ്റെ അടുത്തൊക്കെ അവരെ ഇറക്കി നിർത്തുകയും നമുക്കവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പറ്റും. പിന്നെ ഞങ്ങൾ യാത്ര നമ്മൾ എല്ലായിടത്തും ഇറക്കി നിർത്തത്തൊന്നുമില്ല. കാരണം മൃഗങ്ങളൊക്കെ വന്ന മൃഗങ്ങളുടെ ആക്രമണം, പിന്നെ മൃഗങ്ങൾക്ക് നമ്മളൊരു അവരുടെ ഒരു പ്രൈവസി നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തും നിർത്തത്തൊന്നുമില്ല. ഇടയ്ക്ക് ഈ സൈറ്റുകൾ, ഇതിപ്പോൾ ഒരു ഡാമാണ്, നമ്മുടെ അവിടുത്തെ ഡാം കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇതിങ്ങനെ കയറി മല കയറി വരുന്ന പോലെയുണ്ട്. പിന്നെ ഇത് നമ്മൾ എത്തിയിരിക്കുന്ന ഇവിടെ ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്. ബാംബു റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് മുതലൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഞങ്ങൾ കണ്ടൊന്നുമില്ല. ബാംബു റാഫ്റ്റിംഗ് നമുക്ക് അവരുടെ കൂടെ ചെയ്യാനുള്ള അവസരം അവർ തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുഴഞ്ഞായിരുന്നു. ഈ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് അപ്പുറയൊക്കെ. ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ആന വെള്ളം കുടിച്ചിട്ട് കയറിപ്പോയെന്നാണ് അവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞ്. ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ടൈമിൽ. ഒരു ഈവനിങ് ടൈമിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് കാറ്റും ഒരുപാട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റി, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ പോയത് ആദിവാസി ഊരിലേക്കാണ്. അപ്പോൾ ആദിവാസി ഊരിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ കണ്ടൊരു മയിലാണത്. പീലി വിടർത്തി. എന്ത് ചെയ്താൽ തിരിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് അതൊന്ന് തിരിഞ്ഞത്. അവിടുത്തെ ആദിവാസികളിലെ ചേച്ചിമാരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു. അവർ വിവാഹങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ കളിക്കുന്ന ഡാൻസാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. വൈകുന്നേരം ഒരു 6:30 ഇവരുടെ പ്രോഗ്രാം. അതെന്നും ഒരു ഫിക്സഡ് ടൈമാണെന്നാണ് പറഞ്ഞത്. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. മാൻകൂട്ടം, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് പുലിയാണ്. പുലിയെ വരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾ ഭയങ്കര ലക്കിയായിരുന്നു. കാരണം പുലിയെല്ലാം അവിടെ അങ്ങനെ വളരെ ചുരുക്കം കാണാൻ പറ്റുന്നുള്ളതാണ് ഗൈഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്. കാട്ടുപോത്തൊന്നും വണ്ടി കാണുമ്പോൾ ഓടത്തില്ല കേട്ടോ. നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കണം. അവരെല്ലാം ഈ സൈഡിലെ പുല്ല് തിന്നാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നത് കാട്ടിൽ നിന്ന്. ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ കാട്ടുപോത്താണ്. കാട്ടുപോത്ത് ഒത്തിരി ഉണ്ടായിരുന്നു വഴിയിൽ. ഞങ്ങൾ വരുന്ന വഴിയിലെല്ലാം കാട്ടുപോത്തിനെ കണ്ടു. കുറേ എണ്ണത്തിനെ കണ്ടു ഞങ്ങൾ. പുലിയെ കാണാൻ പോവാണ്. ഒരു ചേട്ടൻ പുലിനെ കണ്ടു. അപ്പം വണ്ടി റിവേഴ്സ് എടുത്ത് വന്നിട്ടാണ് കണ്ടത്. ഭയങ്കര ലക്കിയാണ് ഞങ്ങൾ. 2 പുലിനെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നത്. ഈ രാത്രി സമയമാകുമ്പോൾ മാനെല്ലാം റോഡിൻ്റെ സൈഡിൽ പച്ചപ്പുല്ല് തിന്നാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ അതിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഈ പുലികളെല്ലാം ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്തൊക്കെ പുലിനൊക്കെ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. പുലി, കരടി.
ലൈറ്റ് അടിച്ചപ്പോഴേക്കും അത് കയറിപ്പോകും. നമ്മൾ ഒരുപാട് ഒച്ചപ്പാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കയറിപ്പോവും. സോ നമ്മൾ മാക്സിമം സൈലൻ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കരടിയാണത്, മുമ്പിലൊരു പുലി. പുലിയെയും കരടിയും ഞങ്ങൾക്ക് ഒന്നിച്ചൊരു ഒറ്റ പ്ലേസിൽ നിന്ന് കാണാൻ പറ്റി. ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴും ഈ ലൈറ്റൊക്കെ അടിച്ചപ്പോൾ അത് കയറി പോവാം. അങ്ങനെ വലിയ പേടിയൊന്നുമില്ല, കാരണം എല്ലാ ദിവസവും സഫാരിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഇവർ ഈ ടോർച്ചൊക്കെ അടിച്ച് നോക്കും. നമ്മുടെ വണ്ടിയിൽ 2 സൈഡിലേക്ക് ലൈറ്റുണ്ട്, 2 സൈഡിലേക്ക് ലൈറ്റുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലുള്ള 2 സൈഡിലേക്കുള്ള ലൈറ്റ് ഓൺ ആക്കി അപ്പോൾ നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം. സോ ഇതൊക്കെയാണ് ഡേ 1 വിശേഷങ്ങൾ. നമ്മൾ സഫാരി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു 8:30 ഒക്കെ ആയി. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കിട്ടി, നല്ല ഫുഡായിരുന്നു. അതിനുശേഷം നമുക്ക് റെസ്റ്റിംഗ് ടൈമാണ്. നമുക്ക് നമ്മുടെ ടെൻറ്റിലേക്ക് തന്നെ പോയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ട്രക്കിംഗ് ഉണ്ട്, അതൊരു 6:30 ആണ് അവർ പറഞ്ഞേക്കുന്നത്.